പശ്ചിമ ബംഗാളിലും കേരളത്തിലുമായി തൃണമൂൽ കോൺഗ്രസുമായി പുതിയ ഡീലിലേക്ക് എത്തിച്ചേരാൻ ശ്രമിക്കുകയാണ്. നമുക്കറിയാം, ദേശീയ പാർട്ടി പദവി തൃണമൂൽ കോൺഗ്രസിന് കഴിഞ്ഞ തവണ കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ടതാണ്. രണ്ടോ അതിൽ കൂടുതലോ സംസ്ഥാന പാർട്ടി പദവിയുള്ള പാർട്ടികൾക്ക് ദേശീയ സ്ഥാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭിക്കാൻ സാധ്യതയേറെ. 4 സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പദവിയുള്ള പാർട്ടി നിലവിൽ BJP, കോൺഗ്രസ് അല്ലാതെ ആം ആദ്മി പാർട്ടിക്കും അത്തരത്തിൽ സംസ്ഥാന പദവിയുണ്ട്. അത്തരത്തിൽ ഒരു രാഷ്ട്രീയ സാഹചര്യം തൃണമൂൽ കോൺഗ്രസിന് ഉണ്ടായിരുന്നതാണ്. അത് കളഞ്ഞു കുളിക്കപ്പെട്ടു. സംസ്ഥാന പാർട്ടി പദവി നേടിയെടുക്കാൻ വേണ്ടി തന്നെയാണ് തൃണമൂൽ കോൺഗ്രസ് കൃത്യമായും ഡെറക് ഓബ്രയനെയും മഹുവ മൊയ്ത്രയെയും രംഗത്തിറക്കി കേരളത്തിൽ PV അൻവറിനോടൊപ്പം തന്നെ ചില മേഖലകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള അറിയിപ്പ് നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള മമതാ ബാനർജി കൃത്യമായി ബംഗാളിൽ കോൺഗ്രസുമായി ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി നിൽക്കുന്ന സാഹചര്യമാണ്. കാരണം ബംഗാളിൽ കോൺഗ്രസുമായി ഒരു ഡീലിലേക്ക് എത്തിയാൽ മാത്രമേ കേരളത്തിൽ കോൺഗ്രസ് UDFിലേക്ക് തൃണമൂൽ കോൺഗ്രസിനെ പ്രവേശിപ്പിക്കുകയുള്ളൂ. ഒരുപക്ഷെ അങ്ങനെ സാഹചര്യം ഉണ്ടായാൽ തൃണമൂൽ കോൺഗ്രസിന് 2 സീറ്റുകൾ UDF ക്യാമ്പിൽ നിന്ന് മത്സരിക്കാൻ കൊടുത്തേക്കാൻ സാധ്യതയുണ്ട്. നിലവിൽ PV അൻവർ തൃണമൂൽ വഴി UDFിലേക്ക് കയറാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം തൃണമൂൽ കോൺഗ്രസ് ഒരു നിർണായക ഘടകമായി ദക്ഷിണേന്ത്യയിൽ വളർത്തിയെടുക്കാൻ, പ്രത്യേകിച്ചും കേരളത്തിലും അതുപോലെ തന്നെ തമിഴ്നാട്ടിലുമൊക്കെ പല മേഖലകളിലായി വളർത്തിയെടുക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമങ്ങൾ അത് തുടങ്ങാൻ വേണ്ടിയുള്ള ലക്ഷ്യമാണ് ഇട്ടിരിക്കുന്നത്. ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് തന്നെയാണ് 34 കൊല്ലത്തോളമുള്ള CPIMന്റെ ഭരണത്തെ തകർത്തെറിഞ്ഞുകൊണ്ട് അധികാരം പിടിച്ചത്. അതുകൊണ്ട് തന്നെ മമതാ ബാനർജിക്ക് വലിയൊരു പരിവേഷം, അതായത് ബംഗാളിലെ ജനദ്രോഹ സർക്കാരിനെ തൂത്തെറിഞ്ഞ വ്യക്തി എന്ന ഒരു പരിവേഷം വനിതകൾക്കിടയിലും യുവജനങ്ങൾക്കിടയിലും ആവോളമുണ്ട്. അതിനെ കൃത്യമായി മാർക്കറ്റ് ചെയ്ത് വോട്ടാക്കി മാറ്റിയെടുക്കാൻ കേരളത്തിൽ കഴിയും എന്നാണ് PV അൻവർ മാധ്യമങ്ങളുടെ മുമ്പാകെ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ഇടക്കാലത്ത് PV അൻവർ പിണറായി വിജയനെ പ്രതിരോധത്തിലാക്കി അദ്ദേഹം DMK എന്ന ഒരു മൂവ്മെൻ്റ് ഉണ്ടാക്കി. ആദ്യം DMKയുമായി സഹകരിക്കാമെന്ന് വിചാരിച്ചെങ്കിലും സ്റ്റാലിൻ അദ്ദേഹത്തിന് 7 അയലത്ത് അടുപ്പിച്ചില്ല. അതോടുകൂടിയാണ് DMK എന്നൊരു മൂവ്മെൻ്റ് ഉണ്ടാക്കി. പക്ഷെ വളരെ വൈകാതെ തന്നെ അദ്ദേഹത്തിന് തൃണമൂൽ കോൺഗ്രസ് അംഗത്വം ലഭിക്കുകയും അദ്ദേഹത്തിന് രാജ്യസഭാ സീറ്റ് വാഗ്ദാനം ചെയ്യുകയും ചെയ്തതോടുകൂടിയാണ് കൃത്യമായും അത്തരം ഒരു നീക്കത്തിന് തയ്യാറെടുത്തത്. നമുക്കറിയാം, അഭിഷേക് ബാനർജി ഉൾപ്പെടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ വലിയൊരു താരനിര തന്നെ കേരളത്തിലേക്ക് പുറപ്പെടാനിരിക്കുകയാണ്. അത് അൻവറിന് വലിയ സഹായകമാകും എന്ന് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്.